പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നവ്യ ജലജയോട് പറയാണ്, ഞാൻ അവിടെ തന്നെ ജ്വല്ലറി തന്നെ ഒരു അബിക്കും കൂടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റുമെന്ന് അവിടുത്തെ മാനേജറായിട്ട് സംസാരിക്കാനിരിക്കുക. അപ്പോൾ ജലജ പറയണം, അത് വേണം മോളെ, നമ്മളെ ഇത്രയും തരം താഴ്ത്തി നിന്ന് ഇവരുടെ മുഖമൊന്നും നമ്മളെ ഇനി നോക്കേണ്ട ആവശ്യമില്ല, നമുക്കും ജീവിക്കാൻ കാശ് വേണം, അതിന് അവനും കൂടെ നല്ലൊരു ജോലി കിട്ടുന്നത് നല്ലതാണെന്ന് ജലജയാണെങ്കിൽ പറയണം. മാത്രമല്ല, എൻ്റെ മോനെ അവർ ജയിലിൽ കടത്തി കള്ളക്കേസിൽ, അതുപോലെ ആ ആദർശം ജയിലിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നവ്യ പറയാണ്, അയാൾ അവിടെ എവിടെയെങ്കിലും ജയിലിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, തിരിച്ചിങ്ങോട്ട് വരല്, അയാൾ അത്രയ്ക്ക് വഞ്ചന ചെയ്തിട്ടുള്ള മനുഷ്യനാണ് എന്ന് പറയുകയാണ് നവ്യ. അപ്പോൾ ജലജ പറയുകയാണ്, എൻ്റെ ഏട്ടത്തി ആ ദേവയാനി ഉണ്ടല്ലോ, അവരെൻ്റെ മുഖത്തടിച്ച് ഇനി എന്നെ തല്ലിയ ഞാൻ അതുപോലെ തിരിച്ചു തല്ലും. അപ്പോൾ നവ്യ പറയാണ്, അമ്മയാണെങ്കിൽ ഇനി തല്ലു കൊള്ളാനൊന്നും നിൽക്കല്ലേ, തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് അവർക്ക് തിരിച്ചടി കൊടുക്കണം എന്ന് നവ്യയും പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജലജ കയറിപ്പോവാണ്. ഇതെല്ലാം ദേവയാനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ജലജ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. പുറകെ ദേവേനയും കയറി ചെല്ലുന്നുണ്ട്. ദേവേന കയറി ചെന്ന് കഥവും കുറ്റിയിടുകയാണ്. അപ്പം ജലജയാണെങ്കിൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ദേവേനെ അങ്ങോട്ട് ചെന്ന് നോക്കിയാണ്, നീ എന്തൊക്കെയാടി പറഞ്ഞത് എൻ്റെ മോനെക്കുറിച്ച്? എൻ്റെ മോനെ ഇത്ര ശപിക്കാൻ അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? പലവട്ടവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാലത്ത് ഇത്രയും നന്മയുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പം ജലജയ്ക്ക് അങ്ങ് പുച്ഛമാണ്. പിന്നെ നീ എന്താ പറഞ്ഞത്, ഞാൻ നിന്നെ അടിച്ച നീ തിരിച്ചടിക്കുമെന്ന്. അപ്പോൾ ജലജ പറയാണ്, ഞാൻ ഇനി എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ്. നീയാണെങ്കിൽ നിൻ്റെ മോനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞല്ലേ ആദർശ്, അവൻ ഈ വീട്ടിലുള്ളവരും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ, അവനൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ച് അവളിപ്പം അനങ്ങാൻ വയ്യാതെ കട്ടിലേ കിടക്കുക, ആ പരുവത്തിലാക്കിയത് നിൻ്റെ മോനല്ലേ എന്ന് ചോദിക്കുകയാണ് ജലജ. എന്നിട്ട് അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ മുത്തശ്ശനാണെങ്കിൽ അവനെ കമ്പനിയുടെ മാനേജറാക്കിയേക്കുന്നു. അതിനൊന്നും ആർക്കും അവൻ ചെയ്ത തെറ്റൊന്നും ആർക്കും പറയണ്ട. എൻ്റെ മോൻ ഏതാണ്ട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവനെ എല്ലാവരും കൂടെ ജയിലിലാക്കി. എൻ്റെ മോൻ ചെയ്ത തെറ്റിനൊക്കെ എന്ത് വലിയ തെറ്റാണ് ആദർശ് ചെയ്തതെന്ന് ആരും ഓർക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ദേവേന് പറയാണ്, എന്താടി സംശയം, നിൻ്റെ മോൻ തന്നെയാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ, അവനൊരു അസുരനാണ്. ഞാൻ ഈ ജന്മത്തിൽ കണ്ടിട്ടില്ല, ഇത്രയും വലിയ അസുരൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, അത് നിൻ്റെ മോനാന്ന് പറയുകയാണ്. പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം അനഘ, അവളെ ആര് വഞ്ചിച്ചെന്നാ? എൻ്റെ മോനെ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടില്ല, നിൻ്റെ മോനാണ് അവളെ വഞ്ചിച്ചതെന്ന് പറയണം. അപ്പം ജലജ ഇങ്ങനെ നോക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ലേ, ആ അനഘയെ വഞ്ചിച്ച് ഈ കടപ്പിലാക്കിയത് നിൻ്റെ മോൻ അഭിയാണെന്ന്. ഇവിടെ നമ്മൾ കാണുന്ന ചന്തുമോളുണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ആദർശല്ല, നിൻ്റെ മോൻ അഭിയാണ്, ആ ദുഷ്ടനാണ്. ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് ലാളിക്കുകയോ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് അവനൊന്ന് സ്നേഹിക്കുകയോ ചെയ്യുന്ന കണ്ടിട്ടില്ല എന്ന് പറയണം. അപ്പോഴത്തെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജലജയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. എന്താണ് നീ ചിരിക്കുന്നത്? എനിക്കറിയാമായിരുന്നു ഇങ്ങനെ തന്നെ വരുമെന്ന്. ആദർശിനെ എല്ലാവരും നന്മമരമാക്കാൻ വേണ്ടി ആ കുറ്റം അവസാനം എൻ്റെ മോൻ്റെ തലയിൽ തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയാണ്. അപ്പം ദേവേനി പറയാണ്, ഈ വീട്ടിലുള്ളവരെല്ലാം മിണ്ടാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? നവ്യ ഓർത്തിട്ട, നയന മോക്ക് നവ്യയുടെ അടുത്തുള്ള സ്വന്തം ചേച്ചിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളോട് ആരും ഈ കാര്യം പറയാത്തത്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും ആദർശും നയനയും ഒക്കെ എന്തെങ്കിലും കാര്യം നിൻ്റെ മോൻ അഭിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒന്നും മിണ്ടാതെ പഞ്ചപുച്ച അടക്കി നിന്ന് കേൾക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ അവൻ്റെ അടുത്ത്, നീ എന്താ പ്രതികരിക്കാത്തത്? പക്ഷെ അവൻ എന്തെങ്കിലും പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദേവേനി. ഒറ്റയ്ക്ക് ജലജയ്ക്കൊരു സംശയമൊക്കെ ആവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് നിൻ്റെ മോനോട് നീ തന്നെ ചോദിയിര് ഈ കാര്യങ്ങളൊക്കെ എന്ന് ദേവേനി പറയണം. അപ്പോൾ ജലജയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്ന് ഇതൊക്കെ കേൾക്കുകയാണ്. അവൻ അല്ല ഈ കുറ്റം ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവൻ ഇവിടെ നിൽക്കണോ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ദേവേനി പറയുകയാണ്. അതുകൊണ്ട് നീ ആലോചിച്ച് വേണം എൻ്റെ മോനെ കുറ്റം പറയുന്നത് എന്നും പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോവുകയാണ്. ദേവേനി പോയിട്ട് തിരിച്ച് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞേ, നിന്നെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നീ എന്നെ തല്ലുമെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ജലജയെ പിടിച്ച് തെള്ളിയിട്ട് ഒരൊറ്റ അടിയാൻ കൊടുക്കുകയാണ്. ജലജയാണെങ്കിൽ നേരെ ചെന്ന് കട്ടിലേ വീഴുകയാണ്. പറയണേ, ഇനി ഞാൻ പറയുന്ന കേട്ട് ഇവിടെ അനുസരണയോടെ പട്ടിയെ പോലെ അനുസരണയോടെ നിൽക്കും, ഇല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിൻ്റെ മോനും കഴിയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ദേവേനെ അങ്ങ് പോവാണ്. ജലജ ഇങ്ങനെ എന്താ വേണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അബിയെ വിളിച്ച് ജലജ വരുത്തുന്നുണ്ട്. അബി വരികയാണ്. അബി വരുമ്പോൾ കയറി വരാൻ മോളിൽ നിന്ന് കാണിക്കണം കയറി വരാൻ. അങ്ങനെ അബി കയറി വരുമ്പം താഴെ ഇരുന്ന ദേവേനി ഹാളിലിരിപ്പുണ്ട്. ദേവേൻ്റെ അടുത്ത് ചോദിക്കണം, എന്താ അമ്മായി, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കണം. അപ്പം ദേവേനി പറയണം, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല, നിൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നു. നിൻ്റെ അമ്മയടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിയിര്, അപ്പോൾ അമ്മ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അബിയെടുത്ത്. ഞാനിതൊന്നും നിൻ്റെ അമ്മയടുത്ത് പറയണമെന്ന് വിചാരിച്ചല്ലേ, എന്നെക്കൊണ്ട് പറയിപ്പിച്ചാണെന്നും പറഞ്ഞ് ദേവേനി പറയാണ്.
എന്നിട്ട് പറയാണ്, നീയും നിൻ്റെ അമ്മയും ഈ വീട്ടിലെ പുറമ്പോക്കാണെന്ന് നിങ്ങൾ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അങ്ങനെയല്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ വീട്ടിലെ പുറമ്പോക്ക് തന്നെയാണ്. നവ്യ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അബിക്ക് നല്ല ഷോക്കാവുന്നുണ്ട്. ഒന്നും പറയാതെ അബി അങ്ങ് കയറിപ്പോവാണ്. കയറി ചെല്ലുമ്പം തന്നെ ജലജയാണെങ്കിൽ കതവിൻ്റെ കുറ്റി അങ്ങ് ഇട്ടുകയാണ്. ഇട്ടിട്ട് ചോദിക്കാണ്, ഡാ നീ സത്യം മാത്രമേ പറയാവൂ, ആ ചന്തുമോള് നിൻ്റെ കുട്ടിയാണോ അതോ ആദർശിൻ്റെ മോളാണോ എന്ന് ചോദിക്കുകയാണ്. അബി ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, സത്യം പറയാൻ പറയുന്നത്. നിൻ്റെ അമ്മായിയാ പറഞ്ഞത്. നീ സത്യം നിൻ്റെ വായിൽ തന്നെ എനിക്ക് കേൾക്കണം. എന്നിട്ട് വേണം ഈ കവളത്തടിച്ചേക്കുന്ന ഈ പാടുണ്ടല്ലോ ഇതിന് മറുപടി കൊടുക്കാനെന്ന് നീ ജലജ പറയുകയാണ്. പറയാണ്, അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ അടി ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊന്നും പോവല്ലെന്ന്. പക്ഷേ അമ്മ എന്തിനാ ഇപ്പം ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോയതെന്ന് ചോദിക്കുകയാണ് അബി. അപ്പം ജലജ പറയാണ്, എനിക്കിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ ദേവയാനി പറഞ്ഞത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പോൾ അബി പറയാണ്, അമ്മേ എനിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക് എന്ന് പറയുകയാണ്. അബദ്ധോ? ഇതാണോടാ അബദ്ധം? നീ പല തെറ്റുകളും ചെയ്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നീ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അബദ്ധമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് ജലജ. നീ എങ്ങനെ പെട്ടു എന്ന് ചോദിക്കുകയാണ്. ഗൾഫിൽ വെച്ചുള്ള പരിചയമാണ്. അപ്പം അവിടെ വെച്ച് അവൾ ഗർഭിണിയായി ഞാനിങ്ങ് പോരുന്നത്. അപ്പോൾ അവൾക്ക് എന്തോ അസുഖം വന്ന് അവൾ നാട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതും കുഞ്ഞുമായിട്ട് വില പേശിയതൊക്കെയാണെന്ന് പറയുകയാണ്. അപ്പം അമ്മയടുത്ത് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടില്ലേ ആദർശിനെയും അവരെയാരെയും കുറ്റപ്പെടുത്താൻ പോകണില്ലെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം ജലജ പറയാണ്, ഇനി എങ്ങനെയാടാ അവനെ കുറ്റപ്പെടുത്തുന്നത്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇനി നിൻ്റെ അമ്മായിയുടെ മുന്നിൽ എൻ്റെ ദേവയാനിയെ ആ ഏട്ടത്തിയുടെ മുന്നിൽ ഇനി പഞ്ചപുച്ചടച്ച് നിൽക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. എന്തെങ്കിലും തിരിച്ച് പറയാൻ പറ്റുമോ? ഇപ്പം നവ്യയുടെ കാരുണ്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും നവ്യ ഇഷ്ടമല്ല. നവ്യ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഈ കാര്യം പറഞ്ഞ് ഓട്ടിക്കായിരുന്നു. പക്ഷേ നവ്യ ഇവിടുന്ന് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അതാണ് അവസ്ഥ എന്ന് പറയാണ്. ജലജ ഇന്ന് കട്ടിലിരുന്നിട്ട് സങ്കടപ്പെടുകയാണ്. ഇനി ഇവരുടെ എല്ലാം അടിമയായിട്ട് നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു മോളുണ്ട്, അതിനെ കെട്ടിച്ചയക്കണം. പിന്നെ എനിക്കൊരു കിടക്കാൻ വീട് വേണം. ഇനി ഇതിനെല്ലാം ഇവരെ അടിമയായിട്ട് നിന്നല്ലേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് വിഷമപ്പെട്ട് ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ദുബൈയിലാണ്. രണ്ട് സ്റ്റാഫുകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യം മൂർത്തി സാറിനെ അറിയിക്കണം. മൂർത്തി സാറിനെ അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആദർശ് സാറ് വന്നപ്പോഴേ പറഞ്ഞല്ലോ മൂർത്തി സാറിന് സുഖമില്ല, പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നും ശരിയല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ജയൻ സാറിനെ വിളിച്ച് പറയാം. അങ്ങനെ അവർ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ജയനെ വിളിച്ച് പറയാനായിട്ട് തയ്യാറെടുക്കുവാണ്. ഈ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കുന്ന നാട്ടിലെ അബിയാണ്. അബിയിലൊരു കാറി വന്ന് ഇറങ്ങുമ്പം ദുബൈയിൽ നിന്ന് കോൾ വന്നിട്ട് അയാൾ പറയുകയാണ്, അബി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദർശിനെ ജയിലിലാക്കിയിട്ടുണ്ട്. നിൻ്റെ ആഘോഷം തുടങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ അബിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്തൊക്കെയോ പ്ലാനിലൂടെ ആദർശിനെ ജയിലിലാക്കിയിട്ടുണ്ട്. അവൻ ആഘോഷം നടത്തുന്നത് അനാമികയുടെയും വേണുവിൻ്റെയൊക്കെ വീട്ടിൽ വെച്ചാണ്. അവിടെ വന്ന് ഭയങ്കര ആഘോഷവും ചിരിയും ബഹളമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും വേണു പറയാണ്, എന്തായാലും അവൻ അകത്തായല്ലോ, മൂർത്തി കുടുംബത്തിൻ്റെ അഹങ്കാരം അങ്ങ് തീരുമല്ലോ. പിന്നെ ആ ഗർഭിണിയായ അവളുടെയും അഹങ്കാരം കുറച്ചങ്ങ് കുറയുമല്ലോ എന്ന് പറയുകയാണ്. അബി പറയാണ്, എന്നെ ഇവിടെ ജയിലിൽ കിടത്തി, അതേപോലെ അവനും അവിടെ കിടക്കണം. ഇതേപോലൊന്നും അല്ല അവിടെ എന്ന് അബി പറയുകയാണ്. നമുക്കൊന്ന് പോയി കാണാൻ പറ്റത്തില്ലല്ലോ, അതേ ഉള്ളൂ വിഷമം എന്ന് അനാമി പറയാണ്. അപ്പം അബി പറയണം, അതേ ഉള്ളൂ എൻ്റെയും വിഷമം. എന്നിട്ട് വേണുവിൻ്റെ അടുത്ത് പറയണം, ഞാൻ കുറച്ച് തരികിട പരിപാടിയൊക്കെ എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ട്. അമ്മ അതിൻ്റെ വിഷമത്തിലിരിക്കുക. ഞാനിത് ഈ സന്തോഷ വാർത്ത അമ്മയെ ചെന്ന് അറിയിക്കട്ടെ, അതുപോലെ നവ്യ അറിയിക്കട്ടെ. അവനോട് നവ്യയ്ക്ക് ഇപ്പം നല്ല ദേഷ്യമാണ്. ഞാൻ ജയിലിൽ കിടന്ന സമയത്താണെങ്കിൽ അനിയത്തിമാരുടെ രണ്ടുപേരെടുത്തും അവളാണെങ്കിൽ എന്നെ ജയിലിലാക്കല്ലെന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ട് ആരും കിട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യം അവൾക്കുണ്ട് എന്ന് പറയാണ്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അബി അങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ എന്ന് പറയാണ്, നമ്മുടെ ശത്രുക്കളെല്ലാം ഓരോരുത്തർക്ക് ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. മറ്റവർക്കാണെങ്കിൽ കാലൊടിഞ്ഞ് ആക്സിഡൻറ്റ് പറ്റി കാലൊടിഞ്ഞ് കിടക്കുന്ന നയനയ്ക്ക് ഇങ്ങനൊരു ഗതികേട്. എന്തായാലും എൻ്റെ മോൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം എല്ലാവർക്കും കഷ്ടകാലമാണല്ലോ എന്ന് വേണുവിൻ്റെ ഭാര്യയും പറയുന്നുണ്ട്. എന്തുമാത്രം വഴിപാട് നടത്തി അതിനെല്ലാം ഫലം കാണാതിരിക്കത്തില്ലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.